ഇതുവരെ വി കെ മിനിമോൾ എന്ന് മാത്രം പോസ്റ്ററിലും വോട്ടഭ്യർത്ഥിച്ചപ്പോഴും പറഞ്ഞിരുന്ന ആളുകൾ എന്തിനാണ് ജോയ് തിരികെ കയറ്റി എന്നുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ക്രിസ്മസ് ആയതുകൊണ്ട് ഒരു ജോയ്ഫുൾ പാനലാവട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും. കാരണം ജോയ്ഫുൾ പാനലാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈം ആക്കുമ്പോൾ ആദ്യത്തെ ടൈം കൊടുക്കേണ്ടിയിരുന്നത് ഷൈനി മാത്യുവിനായിരുന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് വി കെ മിനിമോൾക്ക് സെക്കൻഡ് ടൈം കൊടുക്കാമായിരുന്നു. KPCC ജനറൽ സെക്രട്ടറിമാരിൽ കഴിഞ്ഞ തവണ ഇങ്ങനെ മത്സരിച്ച് വിജയിച്ച ഏക വ്യക്തി, അടിസ്ഥാന ഘടകത്തിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച ഏക വ്യക്തിയും ദീപ്തിയാണ്. രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന് പറഞ്ഞ സന്ദീപ് വാര്യരെ കൊണ്ടുവന്ന് KPCC സെക്രട്ടറി ആക്കിയേക്കുന്ന പാർട്ടിയാണ് ജനറൽ സെക്രട്ടറി ആക്കിയേക്കുന്നത്. ഈ ഞാൻ എന്നുള്ളൊരു ഭാവം അത് ആരെടുത്താലും, ഈ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുത്താലും നരേന്ദ്രമോദി എടുത്താലും അത് ശ്രീ VD സതീശൻ എടുത്താലും തെറ്റാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് പലപ്പോഴും യോഗ്യരായവരെ ഒഴിവാക്കുകയും അയോഗ്യരായവരെ തിരികെ കയറ്റുകയും ചെയ്യുന്ന സ്വഭാവം കോൺഗ്രസിനകത്ത് അത് എല്ലാ കാലത്തും ഉണ്ട്. എത്ര പണിയെടുത്ത ആൾക്കാർ ഈ പാർട്ടിക്കകത്ത് ഒന്നും അല്ലാതെ പോകുന്നുണ്ട്. ഉമ്മൻചാണ്ടിക്ക് രാജിവെച്ചാൽ എനിക്ക് CM ആവാമെന്നുള്ള ഭാഗമായിട്ടുള്ള ചില നീക്കങ്ങൾ നീക്കിയായിരുന്നു. രാജമേ നമസ്കാരം. നമസ്കാരം. രാജമേ, ക്രിസ്മസ് കാലഘട്ടമാണ്, ജോയിയുടെ കാലഘട്ടമാണിത്. അപ്പോഴാണ് കൊച്ചിക്ക് 2 ജോയിമാരെ മേയർമാരായിട്ട്, ഒരാളെ മേയറായിട്ടും ഒരാളെ ഡെപ്യൂട്ടി മേയറായിട്ടും കോൺഗ്രസ് സമ്മാനിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. ഈ വൈരുദ്ധ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ, അഡ്വക്കേറ്റ് വി കെ മിനിമോൾ എന്ന് പറയുന്ന വ്യക്തിയെ ലാറ്റിനാക്കിയിട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാമോദീസ മുക്കിയിട്ടുണ്ടോ എന്ന് പോലും സംശയിക്കത്തക്ക രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത്. ഏതൊക്കെയാലും ഇതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന സത്യങ്ങൾ എന്താണെന്ന് വരും ദിവസങ്ങളിലേക്കും പുറത്തേക്ക് വരും. എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? അല്ല, ഇത് പിന്നെ പണ്ട് മാണി വിദ്യാർത്ഥിനെ എറണാകുളത്ത് LDF സ്ഥാനാർത്ഥിയാക്കിയ പോലെ പല ആൾക്കാരുടെയും ഈ പേരിൻ്റെ വാല് പ്രൊജക്റ്റ് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. ഈ വി കെ മിനിമോൾ എന്നായിരുന്നു നമ്മൾ ഇത്രയും കാലം, അല്ലേ? മിനിമോൾ എന്നല്ല, മിനിമോൾ എന്നാണ് കേട്ടിരുന്നത് പോസ്റ്ററിൽ. അത് കഴിഞ്ഞിട്ട് DCCയിലെ ഈ വാർത്താക്കുറിപ്പിനകത്താണ് വരുന്നത്. ആദ്യ ടൈമിൽ 2.5 വർഷം മേയറായി ശ്രീമതി വി കെ മിനിമോൾ ജോയിയും ഡെപ്യൂട്ടി മേയറായി ശ്രീ ദീപക് ജോയിയും. അതിപ്പോൾ നമ്മുടെ വർക്കലയിൽ നിന്നല്ലേ നമ്മുടെ വി ജോയി MLA, തിരുവനന്തപുരം CPM ജില്ലാ സെക്രട്ടറി കൂടെയാണ്. അപ്പോൾ ഈ ജോയി ക്രിസ്ത്യനാണ് എന്ന് കരുതിയിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ജോയി എന്നുള്ള പേര് ജോയിച്ചായൻ എന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പോൾ ജോൺ എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഉടനെ ക്രിസ്ത്യനാണെന്ന് കരുതുന്ന രീതിയുണ്ട്. അങ്ങനെ പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ് ഇതിനകത്ത്. പ്രത്യേകിച്ചും ഈ അതിനുള്ളൊരു തന്ത്രമാണ്. കാരണം ഇതുവരെ വി കെ മിനിമോൾ എന്ന് മാത്രം പോസ്റ്ററിലും വോട്ടഭ്യർത്ഥിച്ചപ്പോഴും പറഞ്ഞിരുന്ന ആളുകൾ എന്തിനാണ് ജോയ് തിരികെ കയറ്റി എന്നുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ക്രിസ്മസ് ആയതുകൊണ്ട് ഒരു ജോയ്ഫുൾ പാനലാവട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും. കാരണം ജോയ്ഫുൾ പാനലാണ്. വി കെ മിനിമോൾ അതിന് അർഹയല്ല എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. വി കെ മിനിമോളേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടിയിരുന്നത് ഷൈനി മാത്യുവിനായിരുന്നു എന്നുള്ളതാണ്. കാരണം സൗമിനി ജെയിൻ മേയറാവുന്ന സമയത്ത് സെക്കൻഡ് ടൈം 2.5 വർഷം അവരാവേണ്ടിയിരുന്ന കാലത്തിൻ്റെ കാവ്യനീതി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം സെക്കൻഡ് ടൈം എന്ന് പറഞ്ഞു കിട്ടിയില്ല. ഈ പറ്റിച്ച് അതിന് വേറെ വാക്കാണ് പറയേണ്ടത്. അത് ആ വാക്ക് അൺപാർലമെൻ്ററി ആയതുകൊണ്ട് ഉപയോഗിക്കുന്നില്ല. ഇത്തവണ ഇനിയിപ്പോൾ വി കെ മിനിമോൾ മാറിക്കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുന്നുള്ള വിഷയമുണ്ട്, സൗമിനി ജെയിൻ ചെയ്തതുപോലെ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈം ആക്കുമ്പോൾ ആദ്യത്തെ ടൈം കൊടുക്കേണ്ടിയിരുന്നത് ഷൈനി മാത്യുവിനായിരുന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് വി കെ മിനിമോൾക്ക് സെക്കൻഡ് ടൈം കൊടുക്കാമായിരുന്നു. സത്യത്തിൽ എല്ലാവരും എനിക്ക് തോന്നുന്നു അവരെ സമുദായം നോക്കുകയാണെങ്കിൽ വി കെ മിനിമോൾ ഈഴവ സമുദായത്തിൽ ജനിച്ചതാണ്. അതുകൊണ്ട് തന്നെ VS ജോയിയും ദീപക് ജോയിയും ഈഴവ സമുദായത്തിൽപ്പെട്ടതാണ്. പക്ഷേ ദീപക് ജോയിക്ക് മാന്യനായിട്ടുള്ള ചെറുപ്പക്കാരനാണ്. ഡെപ്യൂട്ടി മേയർ ആവാനായിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ്. കാരണം വെച്ചാൽ വൈപ്പിനിൽ നിന്നിട്ട് കഴിഞ്ഞ നിയമസഭയിലേക്ക് മത്സരിക്കുകയും വളരെ ഒരു 2020 ഒരു സാന്നിധ്യം ഉള്ളതുകൊണ്ട് പരാജയപ്പെട്ടു പോയ ഒരു വ്യക്തിയാണ്. A ഗ്രൂപ്പിന്റെ പ്രതിനിധിയാണ്. ഇവരാരും ക്വാളിഫൈഡ് അല്ല എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ പഞ്ചായത്തിൽ ജയിക്കുന്നവർ തൊട്ട് ഉള്ളവർ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും എനേബിൾ ആയിട്ടുള്ള ആൾക്കാർ. അതായത് ഒന്ന് ജനങ്ങളുമായിട്ട് ബന്ധമുണ്ട്. MLA ആവുന്നത് MP ആവുന്നതും ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആവുന്നതും പോലുള്ള പണിയല്ല. അടിസ്ഥാന തലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിക്കുക എന്ന് പറഞ്ഞാൽ അവർ ജനകീയരാവണം. അവരുടെ നാട്ടിൻപുറത്തുള്ള ആൾക്കാർക്ക് ചിരപരിചിതരായിരിക്കണം. അവരുടെ ഓരോ നിമിഷവും ഇവർക്കറിയാം. ആക്സസബിൾ ആയിരിക്കണം. അവരുടെ സ്വഭാവവും അവരുടെ എല്ലാ കാര്യങ്ങളും നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. കോർപ്പറേഷനിലൊക്കെ ആകുമ്പോൾ അത് കുറച്ചുകൂടി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുമാണ് വരുന്നത്. കാരണം അങ്ങനത്തെ ഒരു സൊസൈറ്റിയിൽ നിന്നാണ് വോട്ട് കിട്ടുന്നത്. സാധാരണ നാട്ടിൻപുറത്തുള്ള ഇപ്പോൾ എൻ്റെ നാട്ടിലൊക്കെയുള്ള ഗ്രാമപഞ്ചായത്തിലോട്ട് വരുന്ന പോലെയുള്ള ആളുകളെല്ലാം വരുന്നത് കുറച്ചുകൂടെ കാര്യപ്രാപ്തിയോട് കൂടിയിട്ട് പലതരത്തിലുള്ള കമ്മ്യൂണിറ്റിയെ, പ്രത്യേകിച്ചും കൊച്ചി നഗരത്തിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പല കാറ്റഗറിയിൽപ്പെട്ടവരുണ്ട്. ഇവിടെ തട്ടുകടയിൽ പണിയെടുക്കുന്നവർ തൊട്ട് ഇവിടുത്തെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് കമ്പനികളുടെ ഹെഡായിട്ട് നിൽക്കുന്നവർ വരെയുണ്ട്, ടെക്കികളുണ്ട്, ഒക്കെയുണ്ട്. ഇവരുടെ എല്ലാം വോട്ട് കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഗ്ലോബൽ വില്ലേജാണ് കൊച്ചി. അപ്പോൾ അതിനകത്ത് ഏബിളായിട്ടുള്ളവർ. അപ്പോൾ അത് കൊച്ചി കോർപ്പറേഷനിലേക്ക് മത്സരിച്ച് ജയിക്കുന്ന ഏതൊരു പാർട്ടിയുടെയും ഏതൊരു കോർപ്പറേഷൻ കൗൺസിലറും മേയറാവാനും ഡെപ്യൂട്ടി മേയറാവാനും യോഗ്യതയുള്ളവർ തന്നെയാണ്. അതിനകത്ത് അടിസ്ഥാനപരമായിട്ട് എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും. പക്ഷേ ഈ തിരക്ക് പിടിച്ച് പത്രക്കുറിപ്പ് ഇറക്കിയപ്പോൾ ഇതിനകത്തുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഇവർ
റഫറൻഡം നടത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. റഫറൻഡം നടത്തിയപ്പം ഈ 3 പേരാണ് പ്രധാനമായും മേയർ സ്ഥാനത്തേക്ക് പിന്നെ കാൻഡിഡേറ്റ്സായിട്ട് പിന്നെ കാട്ടപ്പെട്ടത്. അതിനകത്ത് പിന്നെ സ്റ്റേഡിയം വാർഡിൽ നിന്നുള്ള ദീപ്തി മേരി വർഗീസ്, അതോടൊപ്പം തന്നെ പാലാരിവട്ടത്തു നിന്ന് VK മിനിമോൾ, എല്ലാം അടുത്തടുത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശങ്ങളാണ്. പിന്നെ ഷൈനി ഫോർട്ട് കൊച്ചിയിൽ നിന്നാണ്, ദീപക് ജോയ് അയ്യപ്പൻകാവിൽ നിന്നാണ്, കൃഷ്ണകുമാർ എറണാകുളം സൗത്തുമാണ്. അപ്പോൾ ഇതിനകത്ത് പിന്നെ സംഘടനാപരമായി സീനിയറായിട്ടുള്ള ആൾ ആരാണെന്ന് ചോദിച്ചാൽ ദീപ്തി മേരി വർഗീസ് തന്നെ അല്ലേ, അങ്ങനെ തന്നെയുള്ള ഒരു ഫുൾ പേര്. സംഘടനാപരമായിട്ട് ദീപ്തി മേരി വർഗീസ് ജനറൽ സെക്രട്ടറിയാണ്. പിന്നെ KPCC ജനറൽ സെക്രട്ടറിമാരിൽ കഴിഞ്ഞ തവണ ഇങ്ങനെ മത്സരിച്ച് വിജയിച്ച ഏക വ്യക്തി, അടിസ്ഥാന ഘടകത്തിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച ഏക വ്യക്തിയും ദീപ്തിയാണ്. ആ പാർട്ടിയുടെ ഉന്നത പദവിയിലിരിക്കുന്ന ആളാണ്. മൊത്തത്തിൽ ദീപ്തിയോടൊരു ആൻറ്റി ദീപ്തി സാധനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഗ്രൂപ്പ് വ്യത്യാസം തന്നെ, AI ഒന്നും ഇല്ലാതെയുള്ള ഒരു സാധനം, ഒരു കളക്റ്റീവ് ഒപ്പീനിയൻ ദീപ്തിക്കെതിരെ വന്നു എന്നുള്ളതാണ്. ദീപ്തിയെ സംബന്ധിച്ചിടത്തോളം ദീപ്തി ആത്മപരിശോധന നടത്തേണ്ടതാണ്. തിരിച്ചിതിനകത്ത് വേറെ ആർക്കെങ്കിലും ദീപ്തി വരാതിരിക്കണം എന്നുള്ളതിൻ്റെ നിർബന്ധ ബുദ്ധിക്ക് പിന്നിൽ ദുരുദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്നുള്ളതും പരിശോധിക്കപ്പെടേണ്ടതാണ്. കാരണം അപ്പം വെള്ളാപ്പള്ളി നടേശനെ ഒന്ന് സൂചിപ്പിക്കുക, വെള്ളാപ്പള്ളി നടേശനെ സൂചിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെള്ളാപ്പള്ളി കാരണം ഈഴവ സമുദായത്തെ സൂചിപ്പിക്കുക എന്നുള്ളതായിരിക്കും. വെള്ളാപ്പള്ളി നടേശനെ പട്ടിയുടെ വില ആരും പൊതുവെ കൊടുക്കുന്നില്ല. പക്ഷേ ഇത് രണ്ടുപേരും ഇപ്പം ഒരേ സമുദായത്തിൽ നിന്നാകുന്ന ഒരു സമുദായം, ജാതിയും സമുദായം ഒന്നും പറയാൻ പാടില്ല എന്നൊക്കെയാണ് നമ്മൾ പറയുക. പക്ഷേ എങ്കിൽ തന്നെയും ഇത് ഒരേ സമുദായത്തിൽ നിന്ന് തന്നെ വരികയും റഫറൻഡത്തിൽ ഈ പറഞ്ഞ ഷൈനി മാത്യുവിന് കൂടുതൽ വോട്ട് ലഭിക്കുകയും ചെയ്തിട്ടും എന്തുകൊണ്ട് VK മിനിമോൾ ആദ്യ ടൈമിൽ തന്നെ മേയർ ആകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിനകത്തുനിന്ന് തന്നെയുള്ള ഒരു സംസാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ ഈ VK മിനിമോൾ രമേശ് ചെന്നിത്തലയുടെ ഗ്രൂപ്പുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളാണ്. ഈ രമേശ് ചെന്നിത്തലയുടെ ഗ്രൂപ്പിൽ നിന്ന് ഇവരെ അടർത്തിയെടുത്ത് VD സതീശൻ്റെ ഗ്രൂപ്പിലേക്ക് ചേർക്കുന്ന സമയത്ത് VD സതീശൻ അന്ന് VK മിനിമോൾക്ക് കൊടുത്തിരുന്ന ഉറപ്പായിരുന്നത്രേ, നിങ്ങളെ ഞാൻ പ്രതിപക്ഷ നേതാവായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊച്ചിയുടെ മേയറാക്കിയിരിക്കും എന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തൃക്കാക്കര നിയോജക മണ്ഡലം UDFൻ്റെ ചെയർമാൻ്റെ സീറ്റാണ് ഈ പറഞ്ഞ പാലാരിവട്ട സീറ്റ് എന്ന് പറയുന്നത്. ആ പാലാരിവട്ടത്തുള്ള ജനറൽ സീറ്റുമായിരുന്നത്. ആ ജനറൽ സീറ്റിൽ തന്നെ മിനിമോളിനെ കൊണ്ട് മത്സരിപ്പിക്കുകയും അതിനുശേഷം അവിടെ ഈ തൃക്കാക്കര നിയോജക മണ്ഡലം UDFൻ്റെ ചെയർമാൻ റിബലായിട്ട് മത്സരിക്കുകയും അയാൾ വർഷങ്ങളായിട്ട് PT തോമസിൻ്റെ കാലഘട്ടം മുതൽ PT തോമസിൻ്റെ കൂടെയും അതോടൊപ്പം അതിനുശേഷം ഉമാ തോമസിൻ്റെ ഒക്കെ കൂടെ പ്രവർത്തിച്ചു വന്നിരുന്ന ആ ആളെ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് കളയുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. അപ്പോൾ അവിടെ നമ്മൾ എന്തൊക്കെയാണെങ്കിലും VD സതീശനെ ഏതൊക്കെ നിലപാടുകളുടെ രാജകുമാരൻ എന്ന് വിളിക്കുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ, ചില പേഴ്സണൽ ആയിട്ടുള്ള ചില ഇൻട്രസ്റ്റുകൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് ഇൻജക്ട് ചെയ്യപ്പെടുന്നു എന്നുകൂടി വിലയിരുത്തേണ്ടി വരും. അത് ഞാൻ അംഗീകരിക്കുന്നത്. അതോടുകൂടി തന്നെ അതിനകത്ത് ആലോചിക്കേണ്ട വേറെ കാര്യമുണ്ട്. ഇപ്പം ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് PV അൻവറിനെ VS ജോയി ആക്കണം എന്നാണ്. VS ജോയിക്ക് അനുകൂലമായിട്ടുള്ള നിലപാടിൽ നിന്നിരുന്ന ആളുകളാണ് VD സതീശൻ ഉൾപ്പെടെ. പക്ഷേ അൻവർ പറഞ്ഞു എന്നൊരൊറ്റ കാരണം കൊണ്ട് നേരെ പ്ലേറ്റ് മാറി. വഹാബ് ഉൾപ്പെടെയുള്ളവർ മാറി, മുസ്ലിം ലീഗിൻ്റെ. പിന്നെ അത് അൻവറല്ല തീരുമാനിക്കേണ്ടതെന്നുള്ളടത്തെത്തി. അൻവർ പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ജോയിയെ ആക്കത്തില്ല എന്ന് തീരുമാനിച്ചു. ആരുടെ ഷൗക്കത്തിനെ കൊണ്ടുവരുന്നു. അങ്ങനെ രാഷ്ട്രീയ തീരുമാനമല്ലല്ലോ അതൊക്കെ. വേറെ സാധനം എന്താണെന്ന് വെച്ചാൽ, ഇല്ലെങ്കിൽ അൻവർ അത് ക്ലെയിം ചെയ്യുമായിരുന്നു എന്നുള്ളതാണ്. അൻവർ പറയാൻ ഞാൻ ആക്കിയ സ്ഥാനാർത്ഥിയാക്കിയോണ്ടാണെന്ന് പറയും. ഇപ്പം അൻവറിന് അതിനകത്ത് ക്ലെയിം ചെയ്യാനൊന്നുമില്ല. നിലമ്പൂർ തദ്ദേശ സ്വയംഭരണ സമിതിയിൽ ഈ VD സതീശനെ സംബന്ധിച്ചിടത്തോളം അൻവർ പറഞ്ഞ ഒരു സാധനം വളരെ കറക്റ്റാണ്. ഒരു മുക്കാൽ പിണറായി ആണെന്ന് പറഞ്ഞല്ലോ, 1.5 പിണറായി ആണെന്ന് പറഞ്ഞാൽ പിടിച്ചെടുത്ത് നിൽക്കുന്നൊരു സ്വഭാവമുണ്ട്. അത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം അതിനകത്ത് പിന്നെ ഈ ലാഭനഷ്ടം ഉണ്ടായാൽ ഞാൻ സഹിച്ചോളാം, ഞാൻ ഒറ്റയ്ക്ക് ഏറ്റെടുത്തോളാം, ലാഭം ഉണ്ടെങ്കിൽ എല്ലാവരും കൂടെ വീതിച്ചെടുത്തോ എന്ന് പറയുന്നതിനകത്ത് മാന്യത ഉണ്ടോ എന്ന് വെച്ചുകൊണ്ട്. പക്ഷേ അതേസമയം തന്നെ അങ്ങനെയുള്ള കടുംപിടുത്തങ്ങളിലേക്ക് പോകേണ്ടതില്ല രാഷ്ട്രീയത്തിലെന്നും. കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആവണം പൊളിറ്റിക്സിനകത്തെന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. കാരണം ഇവിടെ മദാമ എന്ന് സോണിയാഗാന്ധിയെ വിളിച്ച കെ മുരളീധരനെ വീണ്ടും കൊണ്ടുവന്ന പാർട്ടിയാണ്. അലുമിനിയം പട്ടേൽ എന്ന് വിളിച്ച കൊണ്ടുവന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അതുമാത്രമല്ല, രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന് പറഞ്ഞ സന്ദീപ് വാര്യരെ കൊണ്ടുവന്ന് KPCC സെക്രട്ടറി ആക്കിയേക്കുന്ന പാർട്ടിയാണ്, ജനറൽ സെക്രട്ടറി ആക്കിയേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംവിധാനം. ഇതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ. കാരണം ഈ തോറ്റു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വവും ജയിച്ചാൽ നിങ്ങൾ വീതിച്ചെടുത്തുകൊള്ളൂ എന്ന് പറയുന്ന സമയത്ത് തന്നെ ഞാൻ എന്നൊരു ഭാവം അവിടെ വരുന്നുണ്ട്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് എന്നും നമ്മൾ എന്നൊരു ഭാവത്തിൽ പോയിട്ടുള്ളൂ. ഈ ഞാൻ എന്നുള്ളൊരു ഭാവം അത് ആരെടുത്താലും, ഈ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുത്താലും നരേന്ദ്രമോദി എടുത്താലും അത് ശ്രീ VD സതീശൻ എടുത്താലും തെറ്റാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, അത് ഈ ഒരു ഏകാധിപത്യ സ്വഭാവത്തിൻ്റെ തലത്തിലേക്ക് പോകുന്നത് എനിക്ക് യോജിപ്പില്ലാത്ത കാര്യമാണ്. പക്ഷേ കരുണാകരൻ്റെ സമയത്ത് അതുണ്ടായിരുന്നു. കരുണാകരൻ നന്നായിട്ട് ഞാനെന്നുള്ള ഭാവം ഉണ്ടായിരുന്നു. ഏകാധിപത്യയുടെ മട്ടിൽ തന്നെയാണ് കരുണാകരൻ കൊണ്ടുപോയിട്ടുള്ളത്.
പിന്നെ അടിച്ചൊതുക്കലുകളെന്ന് പറഞ്ഞാൽ കരുണാകരൻ ഏത് മാർഗവും ഉപയോഗിച്ചായിരുന്നു. ആന്റണിയോട് കാണിച്ചത് നമുക്കറിയാം. ആന്റണിയോട് കാണിക്കുന്ന ഒറ്റയടിക്ക് ഇവിടുന്ന്, കാരണം ആന്റണി അധികാരമോഹവും പാർലമെന്ററി മോഹവും ഒന്നും ഇല്ലാതിരിക്കുമ്പോഴാണ് നേരെ ഇവിടുന്ന് പിന്നെ ഒന്നും അല്ലാതാക്കുന്നത്. പിന്നെ പുള്ളി AICCയിലെ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് മത്സരിച്ച് വിജയിച്ചപ്പോഴാണ് ശോഭ തിരിച്ചു പിടിക്കുന്നത്. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിർത്തി തോപ്പിക്കുക ചെയ്തത്, വയലാർ രവി നിർത്തിയിട്ട്. ഇതിനകത്ത് ഇപ്പം നടന്നിട്ടുള്ള ഒരു കളി എന്ന് പറയുന്നത്, ഇവർ ഇപ്പം പറയുന്നത് ഇവർക്കിടയിൽ റഫറൻഡം നടത്തി എന്നുള്ളതാണ് പറയുന്നത്. ഈ റഫറൻഡം എല്ലാ കാലത്തും പരസ്യമായിട്ട് നടത്തണം, ഓപ്പൺ ബാലറ്റ് വെച്ച് നടത്തണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. എല്ലാം അത് സത്യം പറഞ്ഞാൽ ഈ CPM-നകത്ത് പോലും അങ്ങനെ വരണം എന്നുള്ളതാണ്. CPM-നകത്ത് പോലും റഫറൻഡം നടത്തിയ ആൾക്കാരെ തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ മേളിൽ നിന്ന് ഒരാളെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കാതെ നിങ്ങൾ തീരുമാനിക്കുമെന്ന് പറഞ്ഞ് ജില്ലാ കമ്മിറ്റി വിളിച്ചു കൂട്ടി കഴിഞ്ഞാൽ ഇവിടെ പല ജില്ലാ സെക്രട്ടറിമാരും ആവത്തില്ലായിരുന്നു. അത് ചില ജില്ലകളിലേത് ഒഴിച്ച്. അത് പിന്നെ പലപ്പോഴും യോഗ്യരായവരെ ഒഴിവാക്കുകയും പിന്നെ അയോഗ്യരായവരെ തിരികെ കയറ്റുകയും ചെയ്യുന്ന സ്വഭാവം കോൺഗ്രസിനകത്ത് അത് എല്ലാ കാലത്തും ഉണ്ട്. എത്ര പണിയെടുത്ത ആൾക്കാർ ഈ പാർട്ടിക്കകത്ത് ഒന്നും അല്ലാതെ പോകുന്നുണ്ട്. കോൺഗ്രസിന് അത്രയും കുതികാല് വിട്ട് വേറെ ഒരു പാർട്ടിക്കകത്തും ഉണ്ടാവില്ല. എങ്ങനെ ഒപ്പം നിൽക്കുന്നതിന് പാര വെക്കാം എന്നുള്ളത്. ഒരുമിച്ച് പിന്നെ ഒരു കോൺഗ്രസ്സുകാരൻ്റെ അടുത്തുനിന്നൊരു ചായ വാങ്ങി വേറെ നേതാവിന് കുടിക്കാൻ പേടിയാണ്. അവൻ ആദ്യം നീ ഒരു കവള് കുടിച്ചിട്ട് തരാൻ പറയും. അത് പറയുന്ന അവസ്ഥയാണ്. കാരണം എന്ന് വെച്ചാൽ എപ്പോഴാണ് പണി അതിലെ കൂടെ വരുന്നതെന്ന് അറിയത്തില്ല. അങ്ങനെ പണിയെടുക്കാൻ വിദഗ്ധരുമാണ് ഇവർ. എന്തെല്ലാം കളികൾ നമ്മൾ കണ്ടു വളർന്നതാണ്, ഏതൊക്കെ രീതിയിലുള്ള കളികൾ കണ്ടു വളർന്നതാണ്. ഉമ്മൻചാണ്ടിക്കെതിരെ ഇവരെല്ലാം CPM-നെ ആക്ഷേപിക്കുന്നുണ്ടല്ലോ. പിന്നെ സോളാർ കേസൊക്കെ വന്ന സമയത്ത് ഉമ്മൻചാണ്ടിക്കെതിരെ കൊടുക്കാൻ വേണ്ടി അത്ര ചീഞ്ഞ കളികൾ കളിച്ചതിനകത്ത് കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്. ഉറപ്പല്ലേ? രാജമേന്ദ്രനെ നേരിട്ട് സംസാരിച്ചിട്ടുള്ള അറിയാവുന്ന വിഷയമാണ്, കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അപ്പം അതിനകത്തുള്ളത് അപ്പം എന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടിയെ ലോക്ക് ചെയ്യാന്നുള്ള ഒറ്റ ഉദ്ദേശത്തിന് വേണ്ടി CM ആകാൻ വേണ്ടി, ഞാൻ ആൾക്കാരെ പേരും പറയുന്നില്ല, ഉമ്മൻചാണ്ടിക്ക് രാജിവെച്ചാൽ എനിക്ക് CM ആകാമെന്നുള്ള ഒറ്റ ഭാഗമായിട്ടുള്ള ചില നീക്കങ്ങൾ നീക്കിയായിരുന്നു. അപ്പോൾ ഇതൊക്കെ പക്ഷേ അവസാനം CPM-ന്റെ തലയിൽ കൊണ്ട് വെക്കുന്നുണ്ട്. ഇതൊക്കെ കോൺഗ്രസ്സുകാർക്ക് ഒരു ഇത് അറിയത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ രസകരം. കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞൊരു വല്ലാത്തൊരു പാർട്ടിയാണ്. പറയുമ്പോൾ എല്ലാവരും ചിരിച്ച് CPM-കാരും BJP-ക്കാരും ലീഗുകാരും ഒക്കെ കുറച്ച് കർക്കശമായിട്ടും കുറച്ച് അപകടകാരികളും ആണെന്ന് പറയും. പക്ഷേ അവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേർക്ക് നേരെയാണ്. ഇത് പിന്നീന്നാണ് പണി വരുന്നത്. ബാക്കി കൂടെ അത് പിന്നെ പിന്നിൽ നിന്ന് കുത്തി എന്നുള്ള പ്രയോഗം ആദ്യം നടത്തിയിട്ടുള്ളത് കരുണാകരനാണ് നടത്തിയിട്ടുള്ളത്. പിന്നിന്നുള്ള പണി തൃശ്ശൂർ തോറ്റു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നിന്നുള്ള പണി. ഞാനിപ്പോഴും ആ ഒരു വിഷ്വൽ എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. കാരണം തോറ്റ കരുണാകരൻ വന്ന് ജനത്തെ അഭിസംബോധന ചെയ്തു. ആ തോൽവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് പിന്നെ മുരളിയും തോക്കുന്നു, തൃശ്ശൂർ കരുണാകരൻ തോക്കുന്നു, ഒരുമിച്ചാണ് തോക്കുന്നത്. VV രാഘവനോട് പരാജയപ്പെടുന്നത്. അതുകൊണ്ട് അച്ഛനെ തോപ്പിച്ചതിന്റെ പകരം വീട്ടണം എന്ന് പറഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം കരുണാകരൻ കോഴിക്കോട് മത്സരിക്കാതെ മുരളി തൃശ്ശൂർ പോയി നിന്നിട്ട് മുരളിയും തോറ്റു VV രാഘവനോട്. അതോടൊപ്പം അതേ അച്ഛനും മൂന്നും അന്ന് ഒരുമിച്ച് തോറ്റു. അത് 2004 ആങ്ങളെയും പെങ്ങളും ഒരുമിച്ച് തോറ്റു. ചാലക്കുടിയിൽ പത്മജയും തോറ്റു, ഇപ്പുറത്ത് മുരളിയും തോറ്റു, വടക്കഞ്ചേരിയില്ല. ഒക്കെ അപ്പം അതല്ല വിഷയം. ഞാൻ പറഞ്ഞു വന്നത് ഈ നേരെ നിന്ന് പിന്നെ ഞാൻ നിന്റെ ശത്രുവാണ് എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കാൻ ധൈര്യമുള്ള, എനിക്ക് തോന്നുന്നു ഈ മുരളിക്ക് പിന്നിന്നുള്ള കുത്തില്ല. രാജ്മോഹൻ താൻ ആ പരിപാടിയില്ല. പിന്നെ നിന്റെയൊക്കെ സൈബർ ടീമിന് ഇനി ഇറക്കിത്തള, ഞാൻ നിന്നെയൊക്കെ വലിച്ചു കീറി ചുമലിലൊട്ടിക്കുന്നു പറഞ്ഞു. പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. പിറ്റേന്ന് തൊട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫിയുടെയും ഫാൻസിനെയും കാണാൻ എല്ലാം രാജ്മോഹൻ്റെ മുന്നിൽ തന്നെ തരും. തെറിവിളിയില്ല, ഇവർ തന്നെ എല്ലാവരെയും വിളിച്ച് ബ്ലോക്ക് ചെയ്തു. പിന്നെ AI സംവിധാനം സ്വിച്ച് ഓഫ് ആവുമല്ലോ. പിന്നെ ഇപ്പോൾ ഈ ലൈക്കും കമൻറ്റൊക്കെ നിന്നല്ലോ സംഭവം. അപ്പോൾ ഇത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ളൊരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇതിൽ 2 കാര്യങ്ങളെ കാണുന്നു, 2-3 കാര്യങ്ങൾ. ഒന്ന്, ഒരു വശത്ത് ദീപ്തിക്ക് വേണ്ടിയിട്ട് ക്യാമ്പയിൻ നടക്കുന്നു എന്നുള്ള തോന്നൽ വന്നു പല ഓൺലൈൻ മാധ്യമങ്ങളും. അത് ദീപ്തി സ്വാധീനിച്ചിട്ടാണോ അല്ലേ എന്നുള്ളതൊക്കെ വേറെ വിഷയമാണ്. പിന്നെ അങ്ങനെ ഈ പേര് ഹൈപ്പിലേക്ക് ഇങ്ങനെ വന്നു. പിന്നെ വല്ലാതൊരു പ്രചരണം നടക്കുന്നു, ക്യാമ്പയിൻ സ്വമേധയാ ചെയ്തതാണോ എന്നുള്ള അറിയത്തില്ല. അങ്ങനെ വരുമ്പം സ്വാഭാവികമായും അതിനകത്തൊരു അതൃപ്തിയുള്ള പല ആൾക്കാരും ഉണ്ടായിരുന്നു. കാരണം വേറെ 4 കോർപ്പറേഷൻ കിട്ടിയിട്ടുണ്ടല്ലോ, 3 കോർപ്പറേഷൻ കിട്ടിയിട്ടുണ്ടല്ലോ, മൊത്തം 4 കോർപ്പറേഷൻ കിട്ടിയല്ലോ. കോഴിക്കോടും തിരുവനന്തപുരം ഒഴിച്ച് 4 കിട്ടി. അപ്പോൾ കണ്ണൂരും തൃശ്ശൂരും കൊല്ലത്തും ഇല്ലാത്ത രീതിയിൽ ഇവിടെ ഇങ്ങനെ ഒരു പ്രചരണം വന്നപ്പോൾ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു, ഇലക്ഷന് മുമ്പ് തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അപ്പം അങ്ങനെ സാധനം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ലത്തീൻ കത്തോലിക്ക സഭ ലത്തീൻകാർ വേണം എന്ന് പറഞ്ഞു. ഇതിനകത്ത് ലത്തീൻകാരാ ഉള്ളത്, മറ്റേ ഇവിടെ ഷൈനി മാത്യു വരുമ്പോൾ സെക്കൻഡ് ടൈമിൽ ഷൈനി മാത്യു വരുമ്പോൾ ഈ ലത്തീൻ വേണം എന്ന് പറഞ്ഞപ്പോൾ ലത്തീൻ കൊടുത്തില്ല എന്നുള്ളത് തന്നെയാണ് അതിനകത്തുള്ളൊരു സാധനം എനിക്ക് പോസിറ്റീവായിട്ട് കാണുന്നത് അതിനകത്ത്. കാരണം എറണാകുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്സഭയ്ക്ക് ലത്തീൻ, മറ്റിടത്ത് ലത്തീൻ, ഇവിടെ ലത്തീൻ എന്ന് പറയുന്ന ആ ഒരു സാധനം മാറണം. ആ സംഭവം ലത്തീൻ ചോദിച്ചത് കൊടുത്തിട്ടില്ല, ലത്തീൻ ചോദിച്ചത് കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഓരോ സഭകൾക്ക് അവിടെ ഒരു പ്രശ്നമുണ്ട്, സാങ്കേതിക പ്രശ്നമുണ്ട്. കാരണം എന്താ വെച്ചാൽ VK മിനിമോൾ വിവാഹം കഴിച്ചിരിക്കുന്നത് ഒരു ലത്തീൻകാരനെയാണ്. അതുകൊണ്ട് തന്നെ വരാപ്പുഴ രൂപത മിനിമോളെ മേയറാക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്ന് VD സതീശൻ പറഞ്ഞിട്ടുണ്ട്. ആണോ? ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. അതുകൊണ്ട് VD സതീശന് നിലപാടാണെന്നൊന്നും പറയാൻ പറ്റൂല. ഇത് ഞാൻ VD സതീശന്റെ ഇതൊരു നിലപാടാണ് എന്ന് പറയാനായിട്ട് VD സതീശന് പറ്റത്തില്ല നിയമം. അല്ല, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അറിയാമോ, ഇപ്പം ഇവിടെ ഈ കൊച്ചിൻ കോർപ്പറേഷനിലൊക്കെ റഫറൻഡം നടത്തി.
നടത്തി. ഇതിനിപ്പം മറ്റേ UDF നിയമസഭാ കക്ഷി യോഗത്തിലാണ് പ്രതിപക്ഷ നേതാവിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് റഫറൻഡം നടത്തുന്നത് എങ്കിൽ ഈ VD സതീശൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു? അല്ല, ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിയമസഭാ കക്ഷി യോഗത്തിൽ ഇവർക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ, UDF ഭൂരിപക്ഷം കിട്ടിയാൽ കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാർക്കിടയിൽ റഫറൻഡം നടത്തുമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അതിപ്പോൾ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാനും പിന്നെ മുനിസിപ്പൽ ചെയർമാനെ തിരഞ്ഞെടുക്കാനും ഒക്കെ അത് വേണമെന്നുള്ളത് നമ്മൾ മുമ്പ് ഇതേ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞു. അത് പിന്നെ രഹസ്യ ബാലറ്റ് വേണമെങ്കിൽ രഹസ്യ ബാലറ്റ് ആയിക്കോട്ടെ, ഓപ്പൺ ആണെങ്കിൽ കൈ പൊക്കിയിട്ടാണെങ്കിൽ കൈ പൊക്കിയിട്ട്, ചിലപ്പോൾ അങ്ങനെ ചെയ്യാൻ മടിയുണ്ടെങ്കിൽ രഹസ്യ ബാലറ്റ്, ആ രഹസ്യ ബാലറ്റ് ചെയ്യട്ടെ. ആർക്കാ ചെയ്തതെന്ന് ആരും അറിയുന്നില്ല. ഇപ്പം ഞാൻ കാൻഡിഡേറ്റാണ്, പിന്നെ അല്ലെങ്കിൽ പിന്നെ VD സതീശൻ പിന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു, ചെന്നിത്തല മത്സരിക്കുന്നു, KC മത്സരിക്കുന്നു. VD സതീശനോട് 3 പേരോട് ഇവർക്ക് ഒരു 10 വോട്ടോ 15 വോട്ടോ ആരെങ്കിലും ഒരാൾ ഇപ്പോൾ KCക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി, KC മുഖ്യമന്ത്രി ആവുന്നു. VDക്ക് ഒരു 10 വോട്ട് കിട്ടി, രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു 12 വോട്ട് കിട്ടി, KCക്ക് ഒരു 10-25 വോട്ടും കിട്ടി എന്ന് കൂട്ടിക്കോ. അങ്ങനെ വരുമ്പം KCക്ക് വോട്ട് ചെയ്തവരും VDയുടെ അടുത്തും പിന്നെ ചെന്നിത്തലയുടെ അടുത്തും പറയും എൻ്റെ വോട്ട് VDക്കാവുന്ന, അല്ലെങ്കിൽ എൻ്റെ വോട്ട് പിന്നെ രമേശ് ജിക്കാവുന്നതെന്ന് പറയാം. പക്ഷേ ഇപ്രാവശ്യം പത്തനംതിട്ട എല്ലാം കണ്ട് പിന്നെ മുനിസിപ്പൽ കൗൺസിലോട്ട് മത്സരിച്ച ഒരുത്തന് ഒറ്റ വോട്ടാണ് കിട്ടിയേ. അപ്പോൾ അവൻ പറയും, അവനാണെങ്കിൽ കുറെ പൈസ മേടിക്കും. അവൻ പറയാം നാട്ടുകാർ പൈസ മേടിച്ചവരുണ്ട്. അപ്പോൾ അവന് മനസ്സിലായി, അവനടുത്ത് പിന്നെ എൻ്റെ വോട്ടൊക്കെ നിനക്കാം, ഞാൻ അവിടെ പോയിട്ട് കന്യാസ്ത്രീ മഠത്തിൽ പോയിട്ടും കൂടെ കുറച്ച് വോട്ട് പിടിച്ച് തരാം, വണ്ടിക്കൂലിക്ക് പൈസ ഇല്ലാന്നും പറഞ്ഞാൽ 500 രൂപ എങ്ങാണ്ട് ചേച്ചി പിടിച്ചു, അതും പോയി. പിന്നെ അവർക്ക് അല്ലാതെ 2500 വോട്ട് അവരുടെ വീട്ടിലേക്കും കൊടുത്തു. ഇപ്പം ആ പാവത്തിൻ്റെ ഇൻ്റർവ്യൂ എങ്ങണ്ടായിരുന്നു അറിയാം, ഇങ്ങനെ മനുഷ്യന്മാരുണ്ടോ. കാരണം അതേസമയം അവൻ തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട്, എനിക്കൊരു 10 വോട്ട് കിട്ടിയിരുന്നെങ്കിൽ അത് ആരാ ചെയ്തതെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവുമായിരുന്നു. ഇതിപ്പോൾ എനിക്ക് എൻ്റെ വോട്ട് മാത്രമേ കിട്ടിയുള്ളൂ, അപ്പോൾ ബാക്കി എല്ലാവരും പറ്റിച്ചെന്ന് മനസ്സിലായി. അതേപോലെ KCക്കും VDക്കോ സതീശനോ ഇവർക്ക് ആരൊക്കെയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളിലും മുരളീധരൻ വരികയാണെങ്കിൽ ഒറ്റ വോട്ടാണെങ്കിൽ ബാക്കി എല്ലാവരും പറ്റിച്ചു എന്നുള്ളവർക്ക് മനസ്സിലാവും. അതേസമയം 5 വോട്ട് 6 വോട്ടൊക്കെ കിട്ടുകയാണെങ്കിൽ കോൺഗ്രസ്സുകാർ എങ്ങനെയൊക്കെ അപ്പോൾ ആരെ വെക്കുന്നത് എന്നുള്ളത് ഇവർ തന്നെ കൺഫ്യൂസ്ഡ് ആവും എന്നുള്ളതാണ് രസം. അപ്പോൾ എന്തായാലും കൊച്ചിയിലെടുത്ത തീരുമാനത്തെ ഭാഗികമായി ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ കുറച്ചുകൂടെ ജനാധിപത്യപരമായിട്ട് പോകണം, എല്ലാ പാർട്ടികളും ജനാധിപത്യപരമായിട്ട് തന്നെ പോകണം. പിന്നെ ഇതിനൊക്കെ വേറെ എന്തെങ്കിലും സമ്മർദ്ദങ്ങളും വ്യക്തി താല്പര്യങ്ങളും വരുന്നത് ഏത് പാർട്ടിക്കാണെങ്കിലും ഗുണമല്ല. പക്ഷേ പിന്നെ ദീപ്തി മേരി വർഗീസ് പിന്നെ അത്തരത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ നിയമസഭയിലേക്ക് പോലും വരാനൊക്കെ യോഗ്യതയുള്ള കുറേ തല്ലും കൊണ്ടൊക്കെ ഉണ്ട്, കുറേ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുള്ളതാണ്. ഒരു ഘട്ടത്തിൽ എനിക്ക് അവരുടെ എതിർപ്പ് തോന്നിയിട്ട് ഒറ്റ കാര്യത്തിലേ ഉള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും വിഷയം വന്നപ്പോൾ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാതെ അതിനകത്ത് ചില ലഘൂകരിക്കുന്ന രീതികൾ മീഡിയ ഇതിനകത്ത് ചില ഇടപെടലുകൾ നടത്തിയത്. അതിനകത്തുള്ള അഭിപ്രായ വ്യത്യാസം ഒടിച്ചാൽ അവർ സമരമുഖത്ത് വളരെ സജീവ സാന്നിധ്യമാണ്. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടൊക്കെ തീർച്ചയായിട്ടും ദീപ്തി മേരി വർഗീസ് അതുമല്ല നമ്മൾ കൗതുകത്തോടു കൂടി നോക്കി ഇരുന്നിട്ടുമുണ്ട്. കാരണം അത് പിന്നെ ആ ഒരു കൗമാരത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടായിരിക്കാം. കാരണം ഒരു സിനിമാ നടിയെ പോലെയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തക, കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർ ഇത്രയും സുന്ദരിയായിട്ട് ഉള്ള ഒരാൾ വേറെ വന്നിട്ടുണ്ടെന്നുള്ള സംശയം. അപ്പം അന്നൊക്കെ നമ്മൾ ഈ PDCക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ പിന്നെ ഈ ഒന്നാമത് യൂത്ത് കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ നമ്മളെക്കാളൊക്കെ ഒരു 8-10 വയസ്സ് മൂത്തതാന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ എന്തായാലും 5-6 വയസ്സ് 8 വയസ്സെങ്കിലും 5-6 വയസ്സെങ്ങനെ മൂത്തതാണ്. അപ്പോൾ അന്ന് കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ അന്നിപ്പോൾ കാണുന്നൊരു ദീപ്തി മേരി വർഗീസ് അല്ല. അപ്പം നമ്മളെ ആ ഒരു കൗമാര പിന്നെ ഈ കൗതുകമുള്ള സമയത്തൊക്കെ നമ്മളിങ്ങനെ, കാരണം ഇവർ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ഒരാളോ എന്നുള്ളത് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, പക്ഷേ നന്നായി സംസാരിക്കാൻ അറിയാം, കാര്യങ്ങളൊക്കെ അറിയാം. ചില കാര്യങ്ങൾ അവർക്കും ഒരു പാഠമാവട്ടെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ മുന്നോട്ടുള്ള വഴിക്കകത്ത് ഒന്നും കൂടി തിരുത്തിപ്പോകാൻ അതിൽ കെൽപ്പുള്ള ആളാണ്. കാര്യമുള്ള പിന്നെ രാഷ്ട്രീയത്തിൽ നമ്മളെക്കാൾ പ്രായത്തിൽ മൂത്തുന്നുള്ളതല്ല വിഷയം. രാഷ്ട്രീയത്തിൽ അവർ ചെറുപ്രായത്തിലാണ്. കാരണം പിന്നെ അറിയാമല്ലോ, 70-80 വയസ്സാകുമ്പോഴാണ് ഓരോരുത്തരൊക്കെ. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായത് എത്രാമത്തെ വയസ്സിലാണ്, VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായത് എത്രാമത്തെ വയസ്സിലാണ്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് മുന്നോട്ടുള്ള വഴികളിൽ ഒരുപാട് കഴിവും കാലിബറും ഉള്ളതാണ്. ചില കാര്യങ്ങളിൽ ചില സമയത്ത് ചില തീരുമാനങ്ങൾ എടുക്കുന്നതിനകത്ത് ശ്രദ്ധ കരുത്തുക. പിന്നെ VD ആയാലും KC ആയാലും ചെന്നിത്തല ആയാലും കോൺഗ്രസ് എന്ന പാർട്ടിയെ പോക്കറ്റ് സംഘടനയാക്കാൻ നോക്കുന്നതിനോട് കോൺഗ്രസ്സുകാർ നിന്നു കൊടുക്കരുത്. കാരണം അപ്പുറത്ത് ഇവർക്ക് ആക്ഷേപിക്കാനുള്ളത് പിണറായി വിജയൻ CPM-നെ പോക്കറ്റ് സംഘടനയാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. അതിന് ആക്ഷേപിക്കാനുള്ള ആർജവം അവർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാകാതിരിക്കുക എന്നുള്ള ഒരു പാർട്ടിയും ഒരാളുടെയും കയ്യിൽ ഒതുങ്ങരുതെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം അങ്ങനെ കൊണ്ടു നടക്കുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല, അത് ഏകാധിപത്യത്തിൻ്റെ വ്യക്തി കേന്ദ്രീകൃതമായ രാഷ്ട്രീയത്തിൻ്റെ അടയാളമായിട്ട് മാറുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.